ഹലോ എവ്രി വൺ. അപ്പോൾ ഞാനൊന്ന് വറുത്തരച്ച ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ സെപ്റ്റോയിൽ ഓർഡർ ചെയ്ത് നമ്മൾ വില്ലേജ് കുക്കിംഗ് ചാനൽ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഉള്ളി, കുറച്ച് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഒരു പാനിൽ എണ്ണ ചൂടാക്കി സ്പൈസസും കുറച്ച് സോമ്പും കുറച്ച് പെപ്പറും വേണം. പെപ്പറില്ലാത്തതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അരമുറി തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ഡ്രൈ റോസ്റ്റ് ആയിരിക്കണം നാളികേരം. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതും മിക്സിയിൽ അടിച്ച് വയ്ക്കുക. വേറൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി കുറച്ച് ഉള്ളി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടി സോമ്പ് ഇടണം. ഞാനത് ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് വേറെ ഇടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, 2-3 പച്ചമുളക് കീറിയത്, പിന്നെ കരിവേപ്പിൻ്റെ ഇല ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അപ്പം ഞാനിന്ന് സ്റ്റാൻഡ് ഇല്ലാണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി, കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച ഈ നാളികേരത്തിൻ്റെ പേസ്റ്റ് അതിലോട്ടിട്ടിട്ട് അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് അതിലോട്ടിടാം. ചിക്കൻ ഞാൻ മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ മേടിച്ച ചിക്കനാണ്. അപ്പോൾ ചിക്കൻ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല മസാല പിടിച്ച് വരുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കറി സെറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.